ഞാൻ പകുതി പഴം എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അത് ചെറുതാക്കി അരിഞ്ഞ് ഇങ്ങനെ വേഗം ചെറുതാക്കി അരിഞ്ഞ് ഒരു പ്ലേറ്റിലേക്ക് ഇടുന്നു. അത് കഴിഞ്ഞ് അണ്ടിപ്പരിപ്പ്, കിസ്മിസ് ഇവയൊക്കെ എടുത്ത് ഇതെല്ലാം എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് ഇട്ടു. പിന്നെ അണ്ടിപ്പരിപ്പ്, കിസ്മിസ് ഇതിലുണ്ട്, അതിലേക്ക് ഇതെല്ലാം ഇട്ടു. ഇനി ഇതെല്ലാം കൂടി നമ്മൾ ബട്ടറിൽ വഴറ്റിയെടുക്കണം. പഴം ആദ്യം അണ്ടിപ്പരിപ്പും കിസ്മിസും പിന്നെ പഴം ബട്ടറിൽ നമ്മൾ ഇത് ചെയ്തെടുക്കുന്നു. ബട്ടറിൽ വേവിച്ചു അത് മതി. ഒരു കോഴിമുട്ട ഉടച്ച് ഇതിലേക്ക് ചേർക്കുക. കോഴിമുട്ട ഉടച്ച് ഒരു പ്ലേറ്റിൽ പാത്രത്തിലെടുക്കുക. അത് കഴിഞ്ഞ് ഒരു സ്പൂൺ ഞാൻ പഞ്ചസാര അധികം ഉപയോഗിക്കില്ല, അതുകൊണ്ട് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ടു. പിന്നെ കുറച്ച് പാലും അതിലേക്ക് ഒഴിച്ചു. കുറച്ചുള്ളൂ. കുറച്ച് പാല്, മുട്ട, പഞ്ചസാര, എന്നിട്ട് എഗ് ബീറ്റർ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. എഗ് ബീറ്ററിൽ നന്നായിട്ടൊന്ന് ഇളക്കുക. ഇളക്കിയതിന് ശേഷം നമ്മൾ നമ്മുടെ ഫ്രൈ പാനിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. ഫ്രൈ പാനിലേക്ക് അതെല്ലാം ഒഴിച്ചു കൊടുക്കുക. ബട്ടറിട്ട് ഇത് കുറച്ച് നേരം ഡയറക്റ്റ് ഫ്ലെയിം അല്ലാതെ കുറച്ച് സമയം ഇതിൽ ഇട്ട് കൊടുക്കുക. ഇട്ട് കഴിഞ്ഞാൽ അതെല്ലാം പാലും മുട്ടയും ഇതെല്ലാം അത് നല്ല ഭംഗിയായിട്ട് വരും. അതിന് ശേഷം ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിലാണ് ഇടുന്നത്. അതിന് ശേഷം അത് മൂടി വയ്ക്കുക. ഇത് ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ സെർവ് ചെയ്യണം. സ്പൂണോടെടുത്ത് നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതിങ്ങനെ പതുക്കെ സെർവ് ചെയ്തിരിക്കും. അപ്പോൾ എനിക്ക് ഇതെല്ലാം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടിരിക്കുന്നുണ്ട്. ഭംഗിയാണല്ലേ കാണാൻ. ഒരു പാത്രത്തിലേക്ക് അത് സെർവ് ചെയ്തു. കാലത്ത് വേണ്ട എല്ലാതും നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും. ഇതൊക്കെയാണ് അതിൻ്റെ സാധനങ്ങൾ. ഭംഗിയായിട്ട് അത് നമ്മൾ എടുക്കുന്നു. ഇനി അത് ചൂടാറുന്ന അതാണ്. അത് ചൂടാറുന്ന കഴിക്കാം. പിന്നെ അല്ലെങ്കിൽ ന്യൂട്രീഷ്യസ് ഫുഡാണ്. മോർണിംഗിൽ കൂടുതൽ കുട്ടികൾക്ക് കൊടുക്കാം, നമുക്കും കഴിക്കാം. നല്ല രസമായിട്ടുള്ള ഒരു ഫുഡാണ്. ഇതിപ്പോൾ ഇപ്പോഴത്തെ ഒരു ദിവസത്തെ മോർണിംഗിലെ ഭക്ഷണമാണ്. കിസ്മിസും അണ്ടിപ്പരിപ്പും കാഷ്യൂനട്ടും എടുത്തിട്ട് അത് ഇതിൽ വറക്കുക. മുട്ടയും പാലും പഞ്ചസാരയും നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് അത് ഈ ഫ്രൈ പാനിലേക്ക് പതുക്കെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം ഈ കൂട്ട് ബനാന ചെറുതാക്കി അരിഞ്ഞതുണ്ടല്ലോ, അതും കാഷ്യൂനട്ടും എല്ലാം കൂടെ ഈ ഫ്രൈ പാനിലേക്ക് ഇടുക. ഒരു 10 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിടുക. വേണമെങ്കിൽ അടിയിൽ നേരിട്ട് വയ്ക്കാതിരിക്കുക. വേണമെങ്കിൽ അടിയിൽ ദോശക്കല്ല് വയ്ക്കുക, അതിൻ്റെ മീതെ ഈ ഫ്രൈ പാൻ വയ്ക്കുക. എന്നിട്ട് അത് ഇതേ പാലത്തിൽ ടേസ്റ്റായിട്ടാവും. കാലത്തെ ഭക്ഷണം അതും ഇത് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. പിന്നെ കഴിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ്. ഭംഗിയായിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. ബട്ടറിൽ കിസ്മിസും കാഷ്യൂനട്ടും ഇടുക. അതൊന്ന് മൂപ്പിച്ചെടുക്കുക. ചെറുതായിട്ട് മതി. അത് കഴിഞ്ഞ് പഴം എടുക്കുക. പഴം ചെറുതാക്കി അരിഞ്ഞിട്ട് ഒരു പകുതി പഴം ഞാൻ എടുത്തിട്ടുള്ളൂ. പകുതി പഴം മാക്സിമം വേണം. എടുത്തിട്ട് അതിൽ അതും ഇതുപോലെ ബട്ടറിൽ ചൂടാക്കി എടുക്കുക. ഒന്ന് ചുവപ്പ് വരുന്ന വരെ ചൂടാക്കി എടുത്തതിന് ശേഷം ഒരു കോഴിമുട്ടയും പാല്, പഞ്ചസാര അത് അടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് അത് ഒന്ന് ഫ്രൈ ആവും. 4-5 മിനിറ്റ്
ഉപയോഗിച്ച് അതിന് ശേഷം അത് ഫ്രൈ പാൻ ഒരു പാനിലേക്ക് ചൊരിഞ്ഞതിന് ശേഷം അത് ചൂടായി കഴിയുമ്പോൾ ഇതുപോലെ പ്ലേറ്റിലേക്ക് എടുക്കുക. കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പർ ന്യൂട്രീഷ്യസ് ഫുഡായി.